പാലിനു പകരം മാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കൃത്രിമ പാൽ വൻതോതിൽ വിപണിയിലെത്തിക്കുന്ന വൻ റാക്കറ്റിനെ മഹാരാഷ്ട്രയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും ചേർന്ന് പിടികൂടി. മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിൽ നടത്തിയ മിന്നൽ റെയ്ഡുകളിലാണ് കോടിക്കണക്കിന് ലിറ്റർ വ്യാജപാൽ നിർമ്മിച്ച് വിതരണം ചെയ്ത ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. നിർമ്മ ഡിറ്റർജന്റും പാം ഓയിലും മാരകമായ കെമിക്കലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച 2.3 കോടിയിലധികം ലിറ്റർ കൃത്രിമ പാൽ ഇതിനോടകം സംസ്ഥാനത്തെ വിപണിയിൽ എത്തിയിട്ടുണ്ടാകാമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ FDA ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് മനുഷ്യജീവന് തന്നെ ഭീഷണിയാകാവുന്ന ഈ വൻ മാഫിയയുടെ പ്രവർത്തനം വെളിച്ചത്തായത്. നിർമ്മ ഡിറ്റർജന്റ് പൗഡർ, ഷാംപൂ, യൂറിയ, കാസ്റ്റിക് സോഡ, ശുദ്ധീകരിക്കാത്ത കുറഞ്ഞ നിലവാരമുള്ള ഓയിൽ എന്നിവ ഉപയോഗിച്ചാണ് പ്രതികൾ ഈ കൃത്രിമ പാൽ നിർമ്മിച്ചിരിക്കുന്നത്. പാലിൽ വെള്ളം ചേർക്കുന്ന പഴയ രീതിക്ക് പകരം പൂർണ്ണമായും കെമിക്കലുകൾ മാത്രം ഉപയോഗിച്ചാണ് ഇവർ വ്യാജപാൽ നിർമ്മിച്ചതെന്ന് അധികൃതർ വെളിപ്പെടുത്തി. നിർമ്മ സോപ്പ് പൊടിയും ഷാംപൂവും നിശ്ചിത അനുപാതത്തിൽ വെള്ളത്തിൽ കലർത്തി യഥാർത്ഥ പാലിന്റേതെന്ന പോലുള്ള പതയും കൊഴുപ്പും ഉണ്ടാക്കിയെടുക്കുന്ന ഇവർ സ്വാഭാവിക പാലിന്റെ കൊഴുപ്പ് നിലനിർത്തുവാൻ വില കുറഞ്ഞ റിഫൈൻഡ് ഓയിലും കേടാകാതിരിക്കുവാനും കൊഴുപ്പ് പരിശോധനയിൽ പിടിക്കപ്പെടാതിരിക്കുവാനും യൂറിയയും കാസ്റ്റിക് സോഡയും ചേർക്കുകയായിരുന്നു. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന കൃത്രിമ ലായനി പ്രമുഖ ബ്രാൻഡുകളുടെ പാക്കറ്റുകളിലാക്കിയാണ് സാധാരണക്കാർക്കിടയിലേക്ക് വിതരണം ചെയ്തിരുന്നത്. ഇത് പാലല്ല, പകരം സാവധാനം ജീവൻ അപഹരിക്കുന്ന രാസവിഷമാണ്. സോപ്പ് പൊടിയും യൂറിയയും തുടർച്ചയായി ശരീരത്തിലെത്തുന്നത് ദഹനവ്യവസ്ഥയെ നശിപ്പിക്കുകയും വൃക്കസ്തംഭനം, കരൾ രോഗങ്ങൾ, അർബുദം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഡയറക്ടർ വ്യക്തമാക്കി. വിപണിയിൽ വ്യാജപാൽ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. പാലിൽ നിന്ന് നേരിയ രീതിയിലെങ്കിലും സോപ്പിന്റെയോ കെമിക്കലുകളുടെയോ മണം വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. പാൽ തിളപ്പിക്കുമ്പോൾ നേരിയ മഞ്ഞ നിറമായി മാറുന്നുണ്ടെങ്കിലും അതിൽ കെമിക്കലുകൾ അടങ്ങിയിരിക്കുവാൻ സാധ്യതയുണ്ട്. കുറച്ചു തുള്ളിപ്പാൽ കൈവെള്ളയിലെടുത്ത് തിരുമ്മുമ്പോൾ വഴുക്കലോ സോപ്പ് പതയോ അനുഭവപ്പെട്ടാൽ അത് വ്യാജപാലാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലും വ്യാജപാൽ നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുവാൻ അന്വേഷണം ഊർജിതമാക്കിയതായി മഹാരാഷ്ട്ര പോലീസ് അറിയിച്ചു.